ഹലോ ഗായ്സ്, ഞാൻ എൻ്റെ നെറ്റ് എക്സാം എഴുതാൻ പോയ കഥ പറയാം. അപ്പം നിങ്ങൾക്ക് ഈ നീറ്റിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതായത് ഞാൻ നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ സെൻറ്റർ വന്നത് ഈ തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. നെയ്യാറ്റിൻകര ഒക്കെ കഴിഞ്ഞ് കുറേ ദൂരെ പോകണം. അവിടെയാണ് എനിക്ക് സെൻറ്റർ വന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് രാവിലെ എണീറ്റ് പോവുകയാണ് ചെയ്തത്. ബസ്സിൽ പോയി, പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഓട്ടോയൊക്കെ പിടിച്ച് പോയി. പിന്നെ ഒരു ദിവസം മൊത്തം നീണ്ടു നിൽക്കുന്ന എക്സാമാണ്, രാവിലെ ഉച്ച കഴിഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം എനിക്ക് യൂറിനറി ഇൻഫെക്ഷനും കൂടിയായിരുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ടാണ് എക്സാം എഴുതിയത്. എന്നിട്ട് പിന്നെ തിരിച്ച് അപ്പോൾ വൈകുന്നേരമായി അങ്ങോട്ടേക്ക് എക്സാം കഴിഞ്ഞപ്പം. എന്നിട്ട് ഞാൻ തിരിച്ചു വരാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ ആൾക്കാരുണ്ട്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് 2-3 ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരു വണ്ടിയോ ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോ പിടിച്ച് നെയ്യാറ്റിൻകര വരെ എങ്ങാണ്ട് ഓട്ടോയ്ക്ക് എങ്ങാണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ബസ്സിന് നെയ്യാറ്റിൻകരയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്നു. എന്നിട്ട് ലാസ്റ്റ് വീട്ടിലെത്തുമ്പോൾ ഒത്തിരി സമയമായി. എന്നിട്ട് അപ്പം ഞാൻ ആ എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ എഴുതി എന്നെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. JRF കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു, പക്ഷേ നെറ്റ് ചിലപ്പം കിട്ടിയേക്കാം എന്ന് നമുക്ക് തോന്നിയായിരുന്നു. ഞാൻ MEdന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാനിത് എഴുതിയത്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അനൗൺസ്മെൻറ്റ് വന്നു, നെറ്റ് എക്സാം ക്യാൻസൽ ആക്കിയെന്ന്. അപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് ഇത്രയും പോയതാണ്. മാത്രമല്ല നമ്മുടെ സെൻറ്ററിൽ നിന്ന് തിരിച്ച് നെയ്യാറ്റിൻകര വരെ എങ്ങാണ്ട് ഓട്ടോയ്ക്ക് വരാൻ നല്ല പൈസ ചിലവായതാണ് നമുക്ക്. അപ്പോൾ അന്ന് ഭയങ്കര സ്ട്രഗിളിങ് ആണ് എല്ലാവരും. എന്നിട്ടാണ് നമ്മൾ ഇത്രയും കയ്യിൽ നിന്ന് പൈസ എടുത്തത്. മിനിമം ഒരു 600-700 രൂപയെങ്കിലും അന്നത്തെ ദിവസം എല്ലാം ചിലവുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവരിങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, മറ്റേ ഈ നീല ഇങ്ങനെ തമ്പ് വെക്കുന്ന സാധനമൊക്കെ, അങ്ങനെ തമ്പ് ഇംപ്രഷൻ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആ നീല സാധനമൊക്കെ മേടിച്ചു. അങ്ങനെ കുറച്ച് പൈസയൊക്കെ ചിലവായിരുന്നു. എന്നിട്ട് പിന്നീട് ഇവർ വേറൊരു ദിവസം അനൗൺസ് ചെയ്തു വേറെ ദിവസം എക്സാം നടത്താമെന്ന്. പക്ഷേ ആ ദിവസം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. ആ ദിവസം റിട്ടൺ OMR എക്സാം ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇവർ വീണ്ടും നെറ്റ് എക്സാം വെച്ച സമയത്ത് അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. പക്ഷേ അത് എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പനിയായിപ്പോയി. എനിക്ക് പനിയായെന്ന് പറഞ്ഞാൽ ഭയങ്കര പനി. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എല്ലാം ഒരു കമ്പ്യൂട്ടറെല്ലാം വെച്ചിരിക്കുന്നത് എന്തായാലും ഒരു AC സെറ്റപ്പിലായിരിക്കും. പിന്നെ എനിക്ക് അവിടെ വരെ പോകാനും പറ്റുന്നില്ല. അത് ആറ്റിങ്ങിലായിരുന്നു എനിക്ക് എക്സാം. അങ്ങനെ അതെനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു എക്സാം ക്യാൻസൽ ആക്കുമ്പോഴത്തേക്കും അതിനകത്തുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം നീറ്റ് എന്ന് പറയുന്ന എക്സാം 4 പ്രാവശ്യമായി ക്യാൻസലാക്കുന്നു. 2016, 2021, 2024, 2026 ഇങ്ങനെ ഇത് ക്യാൻസലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എക്സാം നടത്തുന്നത്. അതായത് ഈ നമ്മുടെ രാജ്യത്ത് എക്സാമുകൾ മര്യാദയ്ക്ക് നടത്താൻ വേണ്ടി മാത്രമുള്ളൊരു സംവിധാനമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. ഇപ്പം മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊന്നും അതില്ല. പക്ഷേ ഇതൊരു എക്സാം നടത്താൻ വേണ്ടി ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് പോലും ഇവിടുത്തെ എക്സാമിനേഷൻ ഫെയിലാണ്. ഈ NDA വന്ന പിന്നെയാണ് കൂടുതലായിട്ട് ഇത് ഫെയിൽഡ് ആയി പോകുന്നത്, ഈ സിസ്റ്റം ഫെയിൽഡായി പോകുന്നത്. അപ്പം ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നെറ്റ് എക്സാം ഈ നീറ്റ് എക്സാം അത്രയും രാജ്യത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു എക്സാമാണ്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ കുട്ടികളുണ്ടാവും. കാരണം 1, 2, 3 വർഷമൊക്കെ ഇതിനു വേണ്ടി പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം അത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് കുത്തിയിരുന്ന് പഠിച്ചാണ് ഒരു ദിവസം എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. എക്സാം എഴുതി കഴിഞ്ഞ് കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു റിലീഫ് ഉണ്ടല്ലോ. അത് മാത്രമല്ല, ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ അക്കാദമിക് പ്രിപ്പറേഷൻ പോലെ തന്നെ നമ്മളുടെ മെൻ്റൽ പ്രിപ്പറേഷനും അതിന് ഭയങ്കര അധികം അത്യാവശ്യമാണ്. അപ്പം നമ്മൾ മാനസികമായി തയ്യാറെടുത്ത് എല്ലാം സെറ്റായി പോയി പരീക്ഷ എഴുതി, പരീക്ഷ തീർന്നെന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയുകയാണ് എക്സാം ക്യാൻസലാക്കിയെന്ന്. അത് എത്രമാത്രം ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം വീണ്ടും അവർക്ക് ഇതൊന്നേന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ മനസ്സ് മടുത്തു പോകുമോ, ഇനി ഞാൻ എഴുതുന്നില്ല. ഇപ്പം 3 കൊല്ലം പഠിച്ച ആൾക്കാർ ചിലപ്പോൾ ഇനി എഴുതുന്നില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പം എന്താവും ആ ഒരു സിറ്റുവേഷൻ? നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു സമാധാനമായിട്ടുള്ള ഒരു ലൈഫ് ഒരുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി. പക്ഷേ ഈ ഒന്നും ചെയ്യാത്ത നിഷ്കളങ്കരായ പിള്ളേരാണ് ഇതിൻ്റെ പേരിൽ അനുഭവിക്കപ്പെടുന്നത്. അത് ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില എന്നല്ല, നമ്മുടെ രാജ്യത്തെ മിക്ക ആൾക്കാരുടെ കയ്യിലും അത്രയധികം പൈസയൊന്നുമില്ല. ഇപ്പോൾ ഒരു ദിവസം എക്സാമിന് പോകണമെങ്കിൽ തന്നെ എന്തായാലും മിനിമം 1000 രൂപയുടെ ചിലവുണ്ടെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പം ഈ എക്സാമിനേഷന് പോകുന്ന തന്നെ 1000 രൂപയൊക്കെ എവിടെ നിന്നും കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും. അത് ഈ ഒരു
മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ കുട്ടികളാണെങ്കിൽ അവരെങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താ ഇങ്ങനെ ഇത്തരത്തിലുള്ള എക്സാമിനേഷൻ ക്യാൻസൽ ആക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്കോപ്പ് ഉണ്ടാവില്ല. അവരുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. ഇതിപ്പം വീട്ടിൽ നല്ല പൈസയുള്ള ആൾക്കാർക്ക് ചിലപ്പം വേണമെങ്കിൽ ഒന്നുകൂടെ പോയി എഴുതാം, കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ ഇത് പൈസ ഇല്ലാതെ ആ 1000 രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് എക്സാം സെൻറ്ററൊക്കെ തപ്പിപ്പിടിച്ച് പോയി എഴുതുന്ന ആൾക്കാർ പിന്നെയും അതിനുവേണ്ടി ചിലപ്പോൾ മുതിരില്ല. അത് ഒരു മനസ്സ് മടുപ്പിച്ച് പോകുന്നൊരു കാര്യമാണത്. അപ്പം ഈ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഈ സർക്കാർ വന്നതിന് ശേഷം നമ്മളുടെ അക്കാദമിക് പരമായിട്ടുള്ള സംഭവം മൊത്തം ഭയങ്കരമായിട്ട് അഴിഞ്ഞൊരഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത്, നീറ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് ഗവൺമെൻറ് എക്സാമിൻ്റെ കേസിൽ ഈ NTA നടത്തുന്ന എക്സാം ഇതുപോലെ പിന്നെയും നടത്തേണ്ടതായിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. ഈ ചോദ്യപേപ്പറൊക്കെ ഈ NTA ഉണ്ടാക്കുന്ന NDAക്ക് അധികാരമുള്ള ഈ ചോദ്യപേപ്പർ എങ്ങനെയാണ് ഈ ചോർന്ന് പോകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ കൃത്യമായിട്ട് കോച്ചിങ് സെൻറ്റേഴ്സിനെ സഹായിക്കാൻ വേണ്ടി, കോച്ചിങ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു മാഫിയ പോലത്തെ ഒരു സംവിധാനമാണ് ഇവിടുത്തെ ഈ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ബാൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ബാൻ ചെയ്താലേ ഇവിടെ കറക്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം കോച്ചിങ്ങിന് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹെർക്കുലിയൻ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം കോച്ചിങ്ങിന് പോകാൻ വേണ്ടി നല്ലൊരു പൈസ ചിലവുണ്ട്. അപ്പം നന്നായി പഠിക്കുന്ന വീട്ടിലൊരു കുട്ടിക്ക് ചിലപ്പം ഇത്രയും കോച്ചിങ്ങിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാവണമെന്നില്ല. ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഇങ്ങനെ മുളപൊട്ടി കോച്ചിങ് സെൻറ്റേഴ്സ് വളർന്ന് വലിയ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലെങ്കിലും പൈസയുള്ള വീട്ടിലെ ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഹൈ പൊസിഷൻ, ഡോക്ടർ, എഞ്ചിനീയർ ഇങ്ങനത്തെയൊക്കെ സിസ്റ്റത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്ന് ആയി പോകുന്നുണ്ട്. ഇപ്പം വളരെ പാവപ്പെട്ട വീട്ടിലെ പിള്ളേർ വരുന്നുണ്ടാവും, പക്ഷെ എത്രമാത്രം? ഇപ്പം എല്ലാവർക്കും ഒരേ ലെവൽ, ഇപ്പം ഒരേ ലെവൽ ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ, ഒരേ ലെവൽ അനാലിസിസും പവറും എല്ലാം ഉള്ള ആൾക്കാർ, പക്ഷേ അവരിൽ പൈസയുള്ള വീട്ടിൽ നിന്ന് ആൾക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കോച്ചിങ് സെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ട്. പൈസ ഇല്ലാത്ത വീട്ടിലെ ആൾക്കാർക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ എക്സാമിനേഷൻ സ്കീമുകൾ, ഈ NTA കീഴിലുള്ള എക്സാമിനേഷൻ സ്കീമെല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിനെതിരെ ഒന്നും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ പോകുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമുണ്ട്. അതും ഈ നീറ്റ് എക്സാം ഒക്കെ നടത്തുന്നത് മൊത്തം ഈ പിള്ളേരെ ടോർച്ചർ ചെയ്തിട്ടാണ്. അതായത് ഇപ്പം അടിവസ്ത്രമില്ലാതെ പിള്ളേരെ കൊണ്ട് പരീക്ഷയ്ക്ക് എഴുതിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം കോൺഫിഡൻസ് തകർത്ത് കളയുന്നൊരു സാധനമാണ്. കാരണം പരീക്ഷ എഴുതുമ്പം നമ്മുടെ തലയിൽ എന്ത് വേണം അത് മാത്രമേ വരാൻ പാടുള്ളൂ. പരീക്ഷയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് വേണം വരാൻ. ഇതിപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? നമ്മളിപ്പം ഡ്രസ്സിൻ്റെ ഇന്നർ വെയർസ് ഇട്ടിട്ടില്ലെങ്കിൽ, മീൻസ് ഇന്നർ വെയർസിൽ വല്ല മെറ്റാലിക് ഹുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് ഊരി ഏൽപ്പിച്ചിട്ട് എഴുതിക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് ആ ടെൻഷനാണ്. നമ്മളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഇത്ര ഒരു സൊസൈറ്റി, ഒരു പാട്രിയാർക്കൽ സദാചാര സൊസൈറ്റിയിൽ സ്ത്രീകളുടെ പല ശരീരഭാഗങ്ങളും സെക്ഷലൈസ് ചെയ്ത് കാണുന്ന ഈ ഒരു സമൂഹത്തിൽ നമ്മളെ കൊണ്ട് ഇന്നർ വെയർസ് ഊരിയിച്ചിട്ട് എക്സാം ഒക്കെ എഴുതിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് ആ പരീക്ഷ തന്നെ കൊളാപ്സ് ആക്കി തീർക്കുന്ന, അതായത് ഒരു പെൺകുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ തന്നെയും അത് പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവളുടെ മൈൻഡിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ അടിവസ്ത്രം ഊരിച്ചിട്ട് വരെ എക്സാം എഴുതിച്ചിട്ടും ഈ NTA ഈ എക്സാം മര്യാദയ്ക്ക് നടത്താൻ പറ്റുന്നില്ല. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. ആൾക്കാർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിട്ട് കളയുകയാണ്. ഇതിനെതിരെ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായി വരണം. എന്തിനാണ് ഇവരെയൊക്കെ പിന്നെ ഇങ്ങനെ ജയിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.